കാരണം നമ്മുടെ ശരീരം ബലഹീനമാണെന്ന് നമ്മൾ പറയുന്ന പോലെ നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ അനുസരിക്കാതിരിക്കാൻ നമ്മൾ പല കാരണം കണ്ടു. അതിന് ചില കാരണങ്ങൾ എന്താണെന്നറിയാമോ? എൻ്റെ ഫ്ലഷ് അത് ഇഷ്ടപ്പെടുന്നില്ല. മൈ സ്പിരിറ്റ് ഈസ് വില്ലിങ് ബട്ട് മൈ ഫ്ലഷ് ഈസ് വീക്ക് എന്ന് യേശു എന്നെ പത്രോസിനോട് പറഞ്ഞ് ശ്രദ്ധിച്ചോ. മോനെ, നിൻ്റെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, എനിക്കറിയാം, പക്ഷേ നിൻ്റെ ജഡം ബലഹീനമാണ്. അവിടെ നീ ഉണർന്ന് പ്രാർത്ഥിച്ച് നീ ബലപ്പെട്ടോണം, ഇല്ലെങ്കിൽ നീ വീഴും അല്ലേ. ഇതുപോലൊരു ജഡത്തിൽ നമ്മൾ ജീവിക്കുമ്പം ആത്മാവിൽ ഒരുക്കം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ഉണർന്ന് ദൈവസന്നിധിയിൽ എപ്പോഴും ആയിരിക്കണം അല്ലേ. ആ ദൈവമായിട്ട് ആ ബന്ധവും ആ ദൈവസന്നിധിയിൽ നുറുങ്ങിയിരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ ജഡം നമ്മളെ ഓവർ പവർ ചെയ്യും, നമ്മളെ പിടിച്ചടക്കും. ജഡത്തിൽ നമ്മൾ വീണു പോയിട്ട് പിന്നെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഒരു നിസ്സാര വാക്ക് കാരണം നമ്മുടെ അവസാനം ഈ പറഞ്ഞ പോലെ വളരെ പരിതാപകരമായി പോകാമെന്ന് നമ്മളിന്ന് കേട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഈ ജഡത്തിനെ അനുസരിച്ചല്ല നമ്മൾ നടക്കേണ്ടത്. ഈ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കി, അതാണ് ഐ ഡൈ ഡെയിലി എന്ന് പറഞ്ഞാൽ ദിനംതോറും മരിക്കുന്നു അല്ലേ. ആ മരണത്തിലാണ് നമ്മുടെ ജീവൻ ഇരിക്കുന്നത്. ഇൻ ഡെത്ത് ഈസ് അവർ ലൈഫ്. ലോകം പറഞ്ഞു വെൻ യു ഡൈ ഇറ്റ്സ് ഗോൺ, തീർന്നു. അല്ല, നമ്മൾ വിശ്വസിക്കുന്ന നേരെ തിരിച്ചാണ്. ഞാൻ മരിക്കും തോറും ഞാൻ ജീവനിൽ ജീവിക്കുമെന്നല്ല, ബൈബിൾ പറഞ്ഞ പദം ഐ റെയിൻ ഇൻ ലൈഫ് എന്ന. എന്താണ്? ജീവനിൽ വാഴും.